നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ് മലപ്പുറം മോഡൽ വികസനം എന്ന് പറഞ്ഞാൽ ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞൊരു ടാഗൊക്കെ നമുക്ക് മലപ്പുറത്താർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മലപ്പുറം മോഡൽ വികസനം സത്യത്തിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മറ്റ് ഒരു ജില്ലകൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വികസന മാതൃകയാണ് മലപ്പുറത്തിന് മാത്രമുള്ളത്. അതായത് ആ വികസന മാതൃകയുടെ ഒരു സ്ക്രിപ്റ്റ് ഇതാണ്. ഗവൺമെൻറ് പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടാവും, ചിലപ്പോൾ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടാവും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകൾ ഇതൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷെ അതിനു വേണ്ടി സ്ഥലം കണ്ടെത്താനും അതിനുവേണ്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും അതിനുവേണ്ടി ഇനി എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുമുള്ള പണി മൊത്തം അവിടുത്തെ നാട്ടുകാർ പണിയെടുക്കുക. നാട്ടുകാർ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പൈസ ക്യാച്ച് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുക. അങ്ങോട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക, ഒരു വികസന മലപ്പുറത്തിൻ്റെ വികസന മാതൃക എന്നൊക്കെ പറഞ്ഞ് ഒരു ടാഗ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവിടെ വികസനം നടപ്പിലാക്കുക. ശരിക്കും ഇത് എന്നോ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസാണ് കൊണ്ടോട്ടിയിൽ ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂൾ സ്ഥാപനം, അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു സ്കൂളിന് ഒരു കെട്ടിടം വേണമെന്നുള്ള തീരുമാനത്തിൽ വന്ന് നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി പൈസ കളക്ട് ചെയ്യാണ്. അവിടുത്തെ പ്രധാന അധ്യാപിക ബിന്ദു അവരുടെ സ്വർണ്ണമാല കൊടുത്തിട്ടൊക്കെയാണ് ഇത് അതിനുള്ള ക്രൗഡ് ഫണ്ടിങ് തുടക്കം കുറിക്കുന്നത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള സർക്കാർ സ്ഥാപനമാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതുപോലത്തെ നിരവധി മാതൃകകൾ നമുക്ക് വേറെയും കാണാൻ പറ്റും. ഇപ്പോൾ മാറഞ്ചേരിയിൽ സ്കൂളിനൊരു കെട്ടിടം വേണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഏകദേശം 3500ഓളം കുട്ടികൾ പഠിക്കുന്ന വലിയ ബൃഹത്തായ ഒരു സംവിധാനമാണ്, വലിയ ഒരു സർക്കാർ സ്ഥാപനമാണ്, സർക്കാർ സ്കൂളാണ്. എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക, ഷോർട്ടേജ് ഉള്ള പൈസക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കൂപ്പണുമായിട്ട് നാട്ടിൽ ഇറങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂപ്പൺ പിരിച്ചിട്ട് അവിടെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയാണോ ശരിക്കും നമ്മുടെ മലപ്പുറത്ത് സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഇതിന് മുമ്പ് 2020 വേറെ കണക്ക്, ഇതൊക്കെ സ്കൂളുമായി റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കാണ്. അപ്പോൾ 2020 ഏലാമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലം, അപ്പോൾ അവിടെ സാധാരണ ഓരോ വില്ലേജിലും ഒരു സ്കൂള് വേണം എന്നുള്ള ആവശ്യം ഒരു 3 കിലോമീറ്ററിൻ്റെ സറൗണ്ടിങ്സിൽ വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ LP സ്കൂളുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. പക്ഷേ ഈ പ്രദേശത്തെ ആളുകൾ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഇത് ഇപ്പോൾ കഴിഞ്ഞൊരു 5-10 വർഷം കൊണ്ട് ഉണ്ടായതല്ല. ഇത് UDF സർക്കാരും LDF സർക്കാരും ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ സെയിം സിനാരിയോ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവർ അവസാനം ഹൈക്കോടതിയെ ബന്ധപ്പെടുകയാണ്. എന്നിട്ട് ഹൈക്കോടതി ഉത്തരവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിനോട് ഉത്തരവ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ 1985 ഈ ഒരു സംവിധാനം, ഈ സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് പോയ ആളുടെ ഒരു കഥ പറയാണ്. അയാളുടെ വല്യപ്പ 1985 അയാൾ ഹജ്ജിന് പോവാൻ സ്വരൂപിച്ച് വെച്ചിരുന്ന പൈസ എടുത്തിട്ടാണ് അവിടെ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങുന്നത്. ശരിക്കും സ്ഥലം എടുത്തു കൊടുക്കേണ്ട സർക്കാരാണ്, അത് ചെയ്തിട്ടില്ല. അത് 1985 കണക്കാണ് പറയുന്നത്. അതുപോലെ ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടി അവരുടെ താലിയൊക്കെ വിറ്റ് കൊടുത്തിട്ട് ഇന്ന് കിട്ടുന്ന പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഒരു വലിയ സ്ഥലം വാങ്ങി അവർ നാട്ടുകാരെല്ലാവരും അവിടെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് 1985. എന്നിട്ട് അയാൾ മരിച്ചുപോയി. എന്നിട്ടും അവർക്കൊരു സ്കൂൾ എന്നുള്ള പുതിയ ജനറേഷന് വേണ്ടിയിട്ട് സ്കൂൾ എന്നുള്ള സ്വപ്നം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ മരിച്ചുപോയി. എന്നിട്ട് അയാളുടെ ചെറുമകൻ വന്നിട്ടാണ് ഹൈക്കോടതിയിൽ പോയി ഈ ഒരു ആവശ്യം ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കുന്നത്. എന്തൊരു ദയനീയമായ കാഴ്ചയാണ് ഈ മലപ്പുറത്ത് വരുമ്പോൾ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ്, ഡിസ്ട്രിക്റ്റാണ് മലപ്പുറം. മാത്രമല്ല ഏറ്റവും കൂടുതൽ GST ഇനത്തിൽ ഫണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന, ടാക്സ് കൊടുക്കുന്ന ഒരു ജില്ലയാണ്. അല്ലാതെ മലപ്പുറത്തിന് മാത്രം സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ. പിന്നെ എന്നിട്ടും നമ്മുടെ ഒരു വികസന മാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്ഥാപനങ്ങൾ തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ് പിരിച്ചു കൊടുക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുന്നത് വളരെ മോശമാണ്. അത് പ്രത്യേകിച്ച് ഇതിൽ മലപ്പുറത്തിൽ ഏറെക്കുറെ സ്ഥലങ്ങളൊക്കെ ഭരിക്കുന്ന മലപ്പുറത്തുള്ള MLA ലീഗിൻ്റെ MLA ഇതിൽ കുറ്റപ്പെടുത്തന്നെ വേണം. അവർ കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം പോലെയാണ്. അവർ എന്തെങ്കിലും സമൂഹത്തിന് ആവശ്യം വരുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ക്രൗഡ് ഫണ്ടിങ്ങിലും മറ്റൊക്കെ ആയിട്ട് പാർട്ടി വർക്കേഴ്സിനൊക്കെ ഒരുമിച്ച് കൂട്ടി ഫണ്ട് മാനേജ് ചെയ്യും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ മലപ്പുറം പാർട്ടി എന്നറിയപ്പെടുന്ന ലീഗാണ് അവിടെ
1051 വീടുകൾ പൂർത്തിയാക്കിയത് വയനാട്. അപ്പോൾ സിമിലർ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ സർവീസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി മലപ്പുറത്തുള്ള ലീഗ് എന്ന പാർട്ടിക്കുണ്ട്. അപ്പോൾ അത് മുതലെടുത്തിട്ടാണ് സത്യത്തിൽ അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു തരത്തിലുള്ള വികസന മാതൃക കൊണ്ടുവരുന്നത്. എന്നിട്ട് അവസാനം ആ വികസന മാതൃകക്ക് പറയുന്ന പേരാണ് മലപ്പുറം മോഡൽ. ഇത് എന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത്, ഇപ്പോൾ റീസെൻ്റായി വന്ന ന്യൂസ്, കോവിഡിൻ്റെ സമയത്ത് സർക്കാർ ഒരു നമ്മുടെ മലപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ശരിക്കും അത് ജില്ലാ ആശുപത്രിയാണ്, അതിന് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ പേര് വെച്ചതാണ്. മെഡിക്കൽ കോളേജിനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഫെസിലിറ്റി ആയിട്ടില്ല. എന്നിട്ട് അവിടെ എക്യുപ്മെൻറ്റ്സ് ഇല്ലയെന്ന് വന്നപ്പോൾ, എക്യുപ്മെൻറ്റ്സിന് ഷോർട്ടേജ് വന്നപ്പോൾ അന്നത്തെ കലക്ടറായ ഗോപാലകൃഷ്ണൻ നേരെ വരുന്നത് പാണക്കാടുക്കാണ്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്കാണ്. എന്നിട്ട് അവരോട് പറയാണ് എക്യുപ്മെൻറ്റ്സിന് ഷോർട്ടേജ് ഉണ്ട്. എന്നിട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി 10 കോടിയോളം രൂപ സമാഹരിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഹോസ്പിറ്റലിന് കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാതൃകയാണോ ശരിക്കും മറ്റു ജില്ലകളിലൊക്കെ നടക്കുന്നത്? അവിടെയൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഉത്തരവാദിത്വം, സ്ഥലം വാങ്ങാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള കെട്ടിടം വാങ്ങാനുള്ള ഉത്തരവാദിത്വം ഒക്കെ സർക്കാരിനാണ്, സർക്കാർ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. എന്നിട്ട് ഇവിടെ മാത്രം ഈ ഒരു മാതൃകയിൽ വന്നിട്ട് അവസാനം ഒരു മലപ്പുറം മോഡൽ വികസനം എന്നുള്ള ആ ഒരു ടാഗ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആൾക്കാരുമായി കുഞ്ഞാപ്പാക്കിയാണ്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെടുക്കുക. ഇത് വളരെ മോശം പ്രവണതയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിലുള്ള വികസന മാതൃക നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ വർഷം +2 ബാച്ച് നമ്മൾ എന്ത് ചെയ്യണം, ബാച്ച് തുടങ്ങാൻ സർക്കാരിൻ്റെ കയ്യും കാലും പിടിക്കണം. ഏറ്റവും കൂടുതൽ A+ നേടുന്ന, ഏറ്റവും കൂടുതൽ വിജയിച്ച് വരുന്ന കുട്ടികളുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ആ ജില്ല. എന്നിട്ടോ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിക്ക് അവൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല, കാരണം സീറ്റില്ല. എന്നാൽ തെക്കൻ ജില്ലകളിൽ സീറ്റ്, പല സ്ഥലങ്ങളിലും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ 40 സ്റ്റുഡൻ്റ് ആണ്. അതാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ഐഡിയൽ സ്ട്രെങ്ത്താണത്. അത് മലപ്പുറത്തേക്ക് ഒന്നും കൂടി കൂട്ടി മലപ്പുറത്ത് ആ ഭാഗത്ത് മലബാർ റീജിയനിലേക്ക് എത്തുമ്പോൾ ഒരു 50 ആവും. 50 കഴിഞ്ഞിട്ടും നിൽക്കുന്നില്ല. ഇപ്പോൾ മലപ്പുറത്തുള്ള ഓരോ ക്ലാസ് റൂമുകളിലും 60ഉം 65ഉം കുട്ടികളാണ് പഠിക്കുന്നത്. എന്നാൽ അഡീഷണൽ ആയിട്ട് ബാച്ച് കൊടുക്കുന്നില്ല, അഡീഷണൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ A+കളൊക്കെ നേടുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. പക്ഷെ അതിൻ്റെ ഫെസിലിറ്റി കൊടുക്കാത്തതിൻ്റെ കാരണം ഈ രൂപത്തിലുള്ള വികസന മാതൃക കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്തൊരു 10 വർഷം കഴിഞ്ഞു, LDFൻ്റെ ഭരണം കഴിഞ്ഞു. LDFന് അവിടെ മലപ്പുറത്ത് കാര്യമായിട്ട് MLA-മാരൊന്നുമില്ല, 2, 3, 4 MLA-മാർ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് ഇവിടെ കാര്യമായിട്ട് പ്രവർത്തനം നടത്താൻ താല്പര്യക്കുറവുണ്ടാവും. എന്നാൽ ഇനി UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ലീഗിനെ പോലെയുള്ള പാർട്ടികൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനും അതിലുള്ള പോരായ്മകളും ഷോർട്ടേജുകളും പരിഹരിക്കാനുള്ള ദ്രുതഗതിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എല്ലാ വർഷവും +1 അനൗൺസ് ചെയ്യുമ്പോൾ SLC കഴിഞ്ഞാൽ AMSF പോലെയുള്ള, അതുപോലെ KSU പോലെയുള്ള സംഘടനകളൊക്കെ സമരത്തിനിറങ്ങാണ്. DYF അടക്കമുള്ള സംഘടന സമരത്തിനിറങ്ങാണ്. കാരണം കുട്ടികളുടെ ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ, SFIക്കൊക്കെ. അപ്പോൾ ഈ ഒരു മാതൃക കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും മലപ്പുറം ജില്ലക്ക് കിട്ടാത്തത് എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്.